Hello dear friends, welcome to Swati Swaga Tutorials. In this video, we will discuss the structure of nucleus and chromosomes. So, let's start. First heading, nucleus. Okay, then see the characters. Nucleus discovered by, ആരാണ് കണ്ടുപിടിച്ച nucleus? Discovered by Robert Brown. Okay, Robert Brown in 1831. And Fleming, another scientist named Fleming, given the name chromatin by staining the material of the nucleus. അപ്പം ന്യൂക്ലിയസിനുള്ളിലുള്ള മെറ്റീരിയലിനെ ബേസിക് ഡൈസ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്തു, കളർ ചെയ്തിട്ട് അതിനുള്ളിലുള്ള കാര്യങ്ങൾ അല്ലേ, അതിനെ ഫ്ലെമിംഗ് ആണ് എന്ത് ചെയ്തത്, ക്രൊമാറ്റിൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദിസ് ന്യൂക്ലിയസ്. കാണുന്നില്ല ഈ ഒരു സ്ട്രക്ചേഴ്സ്, ഈ നെറ്റ്വർക്ക്. അപ്പോൾ ആ ഒരു പേര് കൊടുത്താണ് എന്ത്, ഫ്ലെമിംഗ്. ദെൻ നോർമലി ദർ ഈസ് ഓൺലി വൺ ന്യൂക്ലിയസ് പെർ സെൽ. നമുക്ക് അത് നോർമൽ കേസാണ്, ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ആണ് നോർമലായിട്ട് കാണുന്നത്. ആൻഡ് സം മെച്യൂർ സെൽസ് ഹാവ് നോ ന്യൂക്ലിയസ്. ചില മെച്യൂർ സെൽസിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കണ്ടീഷനുണ്ട്. ഫോർ എക്സാമ്പിൾ സീവ് ട്യൂബ് സെൽസ്. സീവ് ട്യൂബ് സെൽസ് എവിടെയാണ് പഠിച്ചത്? സീവ് ട്യൂബ് സെൽസ് അത് മെമ്പർ അല്ലെ ഓഫ് ഫ്ലോയം, ഫ്ലോയത്തിൻ്റെ എലമെൻ്റ് ആണ്. ആൻഡ് എറിത്രോസൈറ്റ്സ് ഓഫ് മാമൽസ്. എറിത്രോസൈറ്റ്സ് മീൻസ് ആർ ബി സി സെല്ലാണ്. ആർ ബി സിയിലൊക്കെ ഇപ്പോൾ മെച്യൂർ ആർ ബി സിയിൽ ന്യൂക്ലിയസ് കാണുന്നില്ല. അപ്പോൾ ചിലതിൽ ന്യൂക്ലിയസ് ഇല്ല, നോർമലി വൺ ന്യൂക്ലിയസ് പെർ സെൽ കണ്ടീഷൻ. ദെൻ അല്ലെങ്കിലോ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. മൾട്ടി ന്യൂക്ലിയേറ്റ് എന്ന് വെച്ചാൽ മോർ ദാൻ വൺ ന്യൂക്ലിയേ പ്രസൻറ്റ് ഇൻ എ സിംഗിൾ സെൽ. ഫംഗസ് കാറ്റഗറി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ചാപ്റ്ററിൽ അല്ലേ, ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ. ഫംഗസിൻ്റെ കേസിലൊക്കെ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. അപ്പോൾ അതിനെന്തായിരുന്നു പറഞ്ഞത്, അങ്ങനെയുള്ള സെൽസ് മൾട്ടി ന്യൂക്ലിയേറ്റ് സെൽസ് ആർ കോൾഡ് സീനോസൈറ്റ്സ് ഓർ സീനോസിറ്റിക് കണ്ടീഷൻ പഠിച്ചു, സീനോസൈറ്റ്സ് എന്നാണ് പറയാം. ഓക്കെ, സോ ദിസ് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് അബൌട്ട് ദ ന്യൂക്ലിയസ്. ദെൻ ഗോ ടു ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയസ്. Then structure. Interphase nucleus consists of four main parts. What is interphase nucleus? Nucleus which is not in division. അപ്പോൾ ഡിവിഷനിലേക്ക് പോവാത്ത, എന്താ ഡിവൈഡ് ചെയ്യാതെ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന, റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ന്യൂക്ലിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി റെസ്റ്റിംഗ് അല്ല, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഡിവൈഡ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയസ് ആണ് എന്ത്, ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇൻ്റർഫേസ് ന്യൂക്ലിയസിന് മെയിനായിട്ട് 4 പാർട്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, ദ സെക്കൻഡ് ഈസ് ന്യൂക്ലിയോപ്ലാസം, തേർഡ് ഈസ് ന്യൂക്ലിയോലൈ ആൻഡ് ദ ഫോർത്ത് ഈസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിയസ്. ദെൻ ഔട്ടർ മോസ്റ്റ് കവറിങ് നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ന്യൂക്ലിയസിന് പുറത്തുള്ള കവറിങ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ്, അപ്പോൾ ഈ ഒരു കവറിങ്, ഈ ഭാഗമാണ് എന്ത്, ന്യൂക്ലിയർ എൻവലപ്പ്. This is nuclear envelope. Okay, second part is nucleoplasm. അപ്പോൾ സെല്ലിനുള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ ന്യൂക്ലിയസിനുള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്, ന്യൂക്ലിയോപ്ലാസം. ദാറ്റ് ഈസ് ദിസ് പാർട്ട് ഈസ് ന്യൂക്ലിയോപ്ലാസം. ഈ ഒരു സ്പേസ് ആണ്, ഉള്ളിലുള്ള സ്പേസ് ആണ് എന്ത്, ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയോലൈ. ന്യൂക്ലിയസിനുള്ളിൽ ഒരു കുഞ്ഞു ന്യൂക്ലിയസ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. This is nucleoli. Nucleoli. അത് പ്ലൂറൽ ആണ്, ന്യൂക്ലിയോലൈ പ്ലൂറൽ, ഇറ്റ്സ് എ സിംഗുലർ ന്യൂക്ലിയോലസ്. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോലസ്. ദ നെക്സ്റ്റ് ഇസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ദിസ് ഇസ് ആ റെറ്റിക്കുലം പോലെ, നെറ്റ്വർക്ക് പോലെ കാണുന്ന ഈ സ്ട്രക്ചറാണെന്ത്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം. Okay, these are the important 4 parts of a nucleus. Then go to the first one, nuclear envelope. It consists of 2 nuclear membrane with a space between the layers. അപ്പം ഈ ന്യൂക്ലിയർ എൻവലപ്പ് ആണ് നമ്മൾ ഫസ്റ്റ് ഈ കവറിങ് ആണ് നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 മെംബ്രെയിൻ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലൊക്കെ പഠിച്ചതുപോലെ 2 മെംബ്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഔട്ടർ മെംബ്രെയിൻ. ദിസ് ഈസ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദിസ് ഈസ് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, ഇപ്പോൾ 2 മെംബ്രെയിൻ ആണ്, outer membrane and inner membrane, and you can see a space between these 2 membrane, and that space is called what? എന്തായിരിക്കും അതിന് പറയാം? The space is called perinuclear space. Perinuclear space. Clear? Then അപ്പോൾ ഇവിടെ പറഞ്ഞു സ്പേസ് ആണെന്ത്, perinuclear space. Perinuclear space. Second, outer membrane bears ribosomes and it is continuous with the endoplasmic reticulum.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ച ക്യാരക്ടേഴ്സ്. ദാറ്റ് ഈ ഔട്ടർ ഇതിന് ചുറ്റും വരച്ചു കഴിഞ്ഞാൽ എന്താ വരിക, ഇതൊരു സെല്ലായിട്ട് മാറല്ലേ. ഇതിന് കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞാൽ പുറത്ത് സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ, അതർ സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ന്യൂക്ലിയസിനെ മാത്രം എടുത്താണ് പഠിക്കുന്നത്. ദെൻ ഈ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന റൈബോസോംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ചിലപ്പം ഈ ഔട്ടർ മെംബ്രെയിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാം. ആൻഡ് ദിസ് ഔട്ടർ മെംബ്രെയിൻ ഈസ് കണ്ടിന്യൂസ് വിത്ത് അവർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പഠിക്കുമ്പോൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് പെറിഫറേറ്റഡ്. ദാറ്റ് ഈസ് this nuclear envelope is perforated by nuclear pores. We know this nuclear envelope is not a continuous membrane. അതിനിടയിൽ നിങ്ങൾക്ക് അവിടെ ചെറിയ ഗ്യാപ്പ് കാണാം, ഓപ്പണിംഗ് കാണാം, ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൻ്റെ പേരാണ്, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് RNA പ്രോട്ടീൻ ടേക്സ് പ്ലേസ് ത്രൂ ദ ന്യൂക്ലിയർ പോർ. ഓക്കെ, അപ്പം ഈ DNA അതിന് മുകളിൽ RNA ഉണ്ടാവുന്നുണ്ട്, ആ പ്രോസസ്സ് നടക്കും. അതേപോലെ തന്നെ ഈ RNA ഉണ്ടായി കഴിഞ്ഞാൽ ഈ RNA ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വരണം, പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ. അപ്പോൾ അതുപോലെ ഇതിലുണ്ടാവുന്ന RNA ഒക്കെ പുറത്തോട്ട് വരുന്നതൊക്കെ എന്തിൽ കൂടെയാണ്, ഈ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്ന ഓപ്പണിങ്ങിൽ കൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ഓൾറെഡി ലേബൽ ചെയ്ത് കഴിഞ്ഞു. ഇത് സ്പേസ് അല്ലെ, ഇന്നറിൽ വരുന്ന സ്പേസ് ആണെന്ന് ന്യൂക്ലിയോപ്ലാസം. ആൻഡ് ന്യൂക്ലിയസ് ഈസ് ഫിൽഡ് വിത്ത് എ പ്രോട്ടീനേഷ്യസ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം. ദിസ് ന്യൂക്ലിയസ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എ പ്രോട്ടീനേഷ്യസ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം ഓർ അതർവൈസ് കോൾഡ് ന്യൂക്ലിയർ സാപ്പ്. ന്യൂക്ലിയർ സാപ്പ് എന്ന് പറയാം, ഓർ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയും, ഓർ വൺ മോർ നെയിം ദാറ്റ് ഈസ് കാരിയോ ലിംഫ് എന്ന് പറയാം, കാരിയോ ലിംഫ്. ഓക്കെ, ഇതൊക്കെ എന്തിൻ്റെ പേരാണ്, ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ വേറെ പേരാണ്. ന്യൂക്ലിയർ സാപ്പ്, ന്യൂക്ലിയർ മാട്രിക്സ് ആൻഡ് കാരിയോ ലിംഫ്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിൻ. അപ്പോൾ ഇനി അതിനുള്ളിലുള്ള എന്താണെന്ന് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയോലസ്, ഓക്കെ, ദിസ് വൺ, ആൻഡ് ക്രൊമാറ്റിൻ, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ്, RNA, മിനറൽസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, ന്യൂക്ലിയർ പ്ലാസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് തേർഡ് പാർട്ട് ന്യൂക്ലിയോലസ്. ഓക്കെ, ന്യൂക്ലിയോലസ് മീൻസ് ഇറ്റ് ഈസ് എ സ്പെറിക്കൽ സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന സ്പെറിക്കൽ സ്ട്രക്ചർ, ദിസ് ഈസ് ന്യൂക്ലിയോലസ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മെംബ്രെയിൻ ബൗണ്ട്. അത് മെംബ്രെയിൻ ബൗണ്ട് ഒന്നുമല്ല, ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആണ്. മെംബ്രെയിൻ കൊണ്ടുള്ള ബൗണ്ടറി ഒന്നും അതിന് ഇല്ല. ദേ ആർ നോട്ട് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇനി മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദ മെയിൻ ബയോസിന്തസിസ് ഓഫ് റൈബോസോം സബ് യൂണിറ്റ്സ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. റൈബോസോമിൻ്റെ സബ് യൂണിറ്റ്സ്, സ്മോളർ സബ് യൂണിറ്റ്, ലാർജർ, അല്ലെ, നമ്മൾ പഠിച്ചതാണ്, 40S എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ ഈ സബ് യൂണിറ്റ്സിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ ന്യൂക്ലിയോലസ്. ഇതാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ RNA സിന്തസിസ്. RNA മീൻസ് വാട്ട്, റൈബോസോമൽ RNA സിന്തസിസും നടത്തുന്നു. നിങ്ങൾ സുവോളജി പഠിച്ചിട്ടുണ്ട്, റൈബോസോമൽ RNA, മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA, അല്ലേ. അപ്പോൾ അതിൽ റൈബോസോമൽ RNA സിന്തസിസും റൈബോസോം സബ് യൂണിറ്റ്സും സിന്തസിസും നടക്കുന്നതാണ് ഇത് ന്യൂക്ലിയോലസ്. ദെൻ larger and many nuclei are present in cells actively performing protein synthesis. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെൽസിലാണെങ്കിൽ വലിയ ന്യൂക്ലിയോലസിൻ്റെ സൈസും കൂടുതലായിരിക്കും, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോലസും കാണാൻ കഴിയും. ഓക്കെ, സോ ദിസ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് എ ന്യൂക്ലിയോലസ്. നെക്സ്റ്റ് ഫോർത്ത് പാർട്ട് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് ഡീപ്ലി സ്റ്റെയിനിങ് നെറ്റ്വർക്ക് like a nucleoprotein that is called a chromatin reticulum or chromatin network എന്നൊക്കെ പറയാറുണ്ട്. And it is made up of, മെയിൻ ആയിട്ട് എന്താണുള്ളത്, made up of DNA, and DNA is always associated with the histone proteins. അല്ലെ, നിങ്ങൾ സുവോളജി ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, മോളിക്കുലാർ ബേസിസിലൊക്കെ പഠിക്കുന്നതാണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാവും, ആൻഡ് ദാറ്റ് ഇസ് ബേസിക് പ്രോട്ടീൻസ് ആണ്. ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് സം എമൗണ്ട് ഓഫ് RNA, DNA-യിൽ നിന്ന് മുകളിലുണ്ടാവുന്ന RNA സ്ട്രക്ചർ, ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടാവുന്നത്, അല്ലേ. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്കറിയാം, ഒരു സിംഗിൾ ഹ്യൂമൻ സെൽ എടുത്തു കഴിഞ്ഞാൽ, സിംഗിൾ ഹ്യൂമൻ സെൽ അതിനുള്ളിൽ ഈ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്തായിട്ടുണ്ടാകും, കണ്ടൻസ് ചെയ്ത് ചുരുങ്ങി എന്തായി മാറുന്നു, ക്രോമസോംസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ക്രോമസോംസിലുള്ള ക്രൊമാറ്റിൻ നെറ്റ്വർക്കിൻ്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ
2 മീറ്റർ ലെങ്ത്തിൽ എന്തിനെ കാണാം, ഈ നെറ്റ്വർക്ക് ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ, അപ്പോൾ എത്രത്തോളം കണ്ടൻസ്ഡ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തോളാം. 2 മീറ്റർ ഉള്ളതാണ് അത്രയും ചുരുങ്ങി ഇതിനുള്ളിൽ കാണുന്നത്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ദിസ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസസ്, ഓക്കെ, അത് ചുരുങ്ങും, നന്നായിട്ട് കണ്ടൻസ് ചെയ്യും. ആൻഡ് ഫോം എ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ക്രോമസോംസ്. ഇപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദിസ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് highly condenses and form a rod shaped structure at the time of the cell division, that is called chromosomes. Okay, and this chromatin network or chromosome contain our genetic material, that is എന്താണ്, gene, basic ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്, gene, നമ്മുടെ ക്യാരക്ടേഴ്സ് ഹെറിഡിറ്ററി യൂണിറ്റ് ആണ്, ദാറ്റ് ഈസ് ജീൻ. ഹെറിഡിറ്ററി യൂണിറ്റ് ആയിട്ടുള്ള ജീൻസിനെ ഒക്കെ ക്യാരി ചെയ്യുന്നതാണ് ക്രോമസോംസ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ക്രോമസോം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. See the characters of a chromosome. Here chromosome means they are a rod shaped, deeply stained, condensed chromatin fibers. Okay, condensed chromatin network or reticulum എന്ന് പറയാം. Rod shaped ആണ്, they are a deeply stained and highly condensed structure. And they carry hereditary information. നമുക്കറിയാം അത് hereditary information carry ചെയ്യുന്നുണ്ട്, that is genes അല്ലേ. Then made up of DNA. This chromosome is made up of, നമ്മൾ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ക്രോമസോമിലും വരിക. അപ്പോൾ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് തന്നെയാണ് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവുന്നതെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ, RNA, എക്സെട്ര. നെക്സ്റ്റ് പോയിന്റ്, ദിസ് ക്രോമസോം ഹാവ് 2 identical halves. ഇനി ക്രോമസോം സ്ട്രക്ചർ നോക്കുക. ദിസ് ക്രോമസോം ഹാവ് 2 identical halves. അപ്പം ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഹാഫ്, അതുപോലെ ഇവിടെ 2 ഹാഫ് അല്ലേ, ഇതും കൂടെ ചേർന്ന് 2 ഹാഫ് ചേർന്ന സ്ട്രക്ചറാണ് ക്രോമസോം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈ ഒരു ഹാഫിന് പറയുന്നതാണ്, ഇപ്പോൾ ഈ മുകളിലേക്കുള്ള ഈ ഒരു പകുതി പറയുന്ന പേരാണിത് ക്രൊമാറ്റിഡ്സ്, അതുപോലെ താഴെയുള്ളത് ക്രൊമാറ്റിഡ്സ് ആണ്. സോ 2 identical halves are called chromatids. Clear? And chromatids are held together at one point. You can see in this diagram, this is a chromatid and here it is chromatid and held together in a point. ഇത് രണ്ടും കൂടെ ഈ 2 ഹാഫും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അവിടെ ഉറപ്പിച്ച് നിർത്തുന്നുണ്ട് അല്ലെ, ആ പോയിന്റിലാണ് അവർ ഫിക്സ് ആവുന്നത്. ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് വാട്ട്, ദാറ്റ് ഇസ് കോൾഡ് സെൻട്രോമിയർ. സെൻട്രോമിയർ എന്ന് പറയും. ഓ അതർവൈസ് കോൾഡ് പ്രൈമറി കൺസ്ട്രിക്ഷൻ. Centromere or a primary constriction. The next, on the side of centromere a disc shaped structure is present. അപ്പോൾ ഈ സെൻട്രോമിയറിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ സൈഡിലായിട്ട് തന്നെ കാണാം, ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ദാറ്റ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് കൈനറ്റോകോർ. കോർ എന്നാണ് അതിന് പറയാം. ഓക്കെ, ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഇസ് കോൾഡ് കൈനറ്റോകോർ. ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ സ്പിൻ അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് വിത്ത് ദ കൈനറ്റോകോർ. അപ്പോൾ നമ്മൾ സെൽ ഡിവിഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചില്ല, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ആ സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്താണെന്ന് ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു അല്ലേ. അപ്പോൾ സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രോമസോം ഈ സെൻട്രോമിയർ ഭാഗത്ത് വെച്ച് സ്പ്ലിറ്റ് ആവണം, എന്നിട്ട് പകുതി ഭാഗം ഒരു വശത്തോട്ടും പകുതി ഭാഗം മറ്റൊരു വശത്തേക്കും മൂവ് ചെയ്യും. ആ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്, ഒരു ഫൈബർ വന്നിട്ടാണ് അതിനെ 2 സൈഡിലോട്ട് ഇങ്ങനെ അടർത്തി മാറ്റുന്നത്. ആ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, കൈനറ്റോകോർ. ഓക്കെ, ഓൺ ദ സൈഡ് ഓഫ് സെൻട്രോമിയർ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസന്റ്, ദാറ്റ് ഇസ് കോൾഡ് കൈനറ്റോകോർ. ആൻഡ് നെക്സ്റ്റ്, സം ക്രോമസോംസ് ഹാവ് എ നോൺ സ്റ്റെയിനിങ് സെക്കൻഡ് കൺസ്ട്രിക്ഷൻ in addition to the first one. What is primary constriction? എന്താണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ ഓർ സെൻട്രോമിയർ ഒരു പോയിന്റിലുള്ളത്. ചില ക്രോമസോമിൽ ഇത് കൂടാതെ ഒരു എക്സ്ട്രാ കൺസ്ട്രിക്ഷനും കൂടെ ഉണ്ട്, സെക്കൻഡ് കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. അതൊരു നോബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, നോബ് ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ദാറ്റ് ഈസ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കൊരു കൺസ്ട്രിക്ഷനും കൂടെ ഇതുപോലൊരു സ്ട്രക്ചർ നമ്മൾ വരച്ചു വെക്കും. ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി കൺസ്ട്രിക്ഷൻ ആണ് ദിസ് വൺ. ദിസ് ഇസ് സെക്കൻഡറി കൺസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, സാറ്റലൈറ്റ്. ഓക്കെ, സെക്കൻഡറി കൺസ്ട്രിക്ഷൻ ഓർ സാറ്റലൈറ്റ്. ദെൻ നെക്സ്റ്റ് പറയേണ്ടത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ. ഈ സെൻട്രോമിയർ ഇവിടെ ഇപ്പം സെൻറ്ററിൽ കാണാം, ഈ ഹാഫ് ഇടയിലായിട്ട് മിഡിലായിട്ട് കാണാം അല്ലേ.
അപ്പോൾ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ ക്രോമസോംസ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 4 types, 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. സെൻട്രോമിയറിൻ്റെ പൊസിഷൻ എപ്പോഴും സ്റ്റാറ്റിക് അല്ല, അത് മാറുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Okay, then based on position chromosomes are divided into 4 types. First one is metacentric, second is submetacentric, third acrocentric and fourth telocentric. Okay, പൊസിഷൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നതാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, കറക്റ്റ് ശ്രദ്ധിക്കാം. മെറ്റാസെൻട്രിക് മീൻസ് വാട്ട്? ഈ ഡയഗ്രത്തിലുള്ള ക്രോമസോം ഒരു മെറ്റാസെൻട്രിക് ആണെന്ന് പറയാം. ബിക്കോസ് സെൻട്രോമിയർ ഈസ് അറ്റ് ദ മിഡിൽ. ക്രോമസോമിൻ്റെ മിഡിലായിട്ടാണ് സെൻട്രോമിയർ കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസെൻട്രിക്. അപ്പോൾ ആ സമയത്ത് എന്താ ഫോം ചെയ്യുക? 2 arms ആർ നിയർലി ഈക്വൽ. ആംസ് ആർ അതർവൈസ് കോൾഡ് ക്രൊമാറ്റിഡ്സ്. അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഇത് രണ്ടും ഇതാണ് എന്ത്? ക്രൊമാറ്റിഡ്സ്. ക്രൊമാറ്റിഡ്സ് ഓർ ആംസ് എന്ന് പറയാം. ദിസ് 2 arms ആർ എന്താണ്? നിയർലി ഈക്വൽ, അല്ലെ? മുകളിലോട്ടുള്ള സൈസും താഴേക്കുള്ള സൈസും നിയർലി ഈക്വൽ ആയിട്ട് വരും. ദാറ്റ് ഈസ് മെറ്റാസെൻട്രിക്. The next submetacentric. Submetacentric means centromere slightly away from the middle. Centromere കുറച്ച് മൂവ് ചെയ്യാണ്, ഈ മിഡിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് മാറിപ്പോകുന്നതാണ് എന്ത്? submetacentric. In the submetacentric, centromere slightly away from the middle and it form one shorter and one longer arm. ഒരു ചെറിയ ആമും ഒരു വലിയ ആമും ഫോം ചെയ്യും. സെൻട്രോമിയർ കുറച്ച് മുകളിലോട്ട് മാറി, ജസ്റ്റ് അവേ ഫ്രം ദ മിഡിൽ. ദാറ്റ് ഈസ് കോൾഡ് സബ്മെറ്റാസെൻട്രിക്. ദെൻ തേർഡ് ഈസ് എക്രോസെൻട്രിക്. എക്രോസെൻട്രിക് മീൻസ് എന്താണ്? സെൻട്രോമിയർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ്. അപ്പോൾ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ എൻഡിലേക്ക് നീങ്ങണം. ആ എൻഡിനടുത്ത് എത്തുമ്പോഴാണ് എന്ത്? എക്രോസെൻട്രിക് ആയിട്ട് മാറുന്നത്. ഓക്കെ, സെൻട്രോമിയർ പൊസിഷൻ ചേഞ്ച് ചെയ്തു. എക്സ്ട്രീംലി ഷോർട്ട് ആയിട്ടുള്ള ഒരു ആമും എക്സ്ട്രീംലി ലോങ് ആയിട്ടുള്ള ഒരു ആമും ഫോം ചെയ്യും. ദാറ്റ് ഈസ് എക്രോസെൻട്രിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് എ ടീലോസെൻട്രിക്. ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ തന്നെ ഇനി നെക്സ്റ്റ് എന്താ വരാനുള്ള പൊസിഷൻ? സെൻട്രോമിയർ ഈസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ക്രോമസോം. അപ്പോൾ സെൻട്രോമിയർ ഏറ്റവും ടിപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാലുള്ള പൊസിഷനാണ് എന്ത്? ടീലോസെൻട്രിക് എന്ന് പറയുന്ന ക്രോമസോം. ഓക്കെ, അപ്പോൾ വരയ്ക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും ടിപ്പിലോട്ട് നമ്മൾ മാറ്റി വരയ്ക്കുക. ടീലോസെൻട്രിക്. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് മൈക്രോ ബോഡീസ് എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കുക. മൈക്രോ ബോഡീസ് മീൻസ് മെംബ്രെയിൻ, ദേ ആർ മെംബ്രെയിൻ ബൗണ്ട് മൈന്യൂട്ട് വെസിക്കിൾസ് പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഒരുപാട് സെൽ ഓർഗനൽസ് പറഞ്ഞു, അതൊന്നും കൂടാതെ കാണുന്ന ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ഉണ്ട്. ദേ ആർ കോൾഡ് മൈക്രോ ബോഡീസ്. ഓക്കെ, മൈക്രോ ബോഡീസ് കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ്. അതിനുള്ളിൽ എൻസൈംസ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് മൈക്രോ ബോഡീസ് ആർ പ്രസൻറ്റ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. പ്ലാന്റ്സിൻ സെല്ലിലും എനിമൽ സെല്ലിലും ഒക്കെ കാണാവുന്നതാണ് ഇത് മൈക്രോ ബോഡീസ്. അപ്പോൾ ഒരുപാട് സെൽ ഓർഗനൽസ് വലിയ വലിയ ഡയഗ്രോകൾ അതൊക്കെ വരച്ച് പഠിക്കും. മൈക്രോ ബോഡീസ് വായിക്കാതെ പോയാൽ ചിലപ്പോൾ അത് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കാം. Hello dear friends, in this video we discussed all the important features of a nucleus, then chromosomes and microbodies, and I hope you all got the concept clearly. So please don't forget to like, share and subscribe this channel. Let's wind up for today. See you in our next class.